ഉള്ളിൽ പ്രേതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നോക്കാൻ പറ്റുമോ? ഇന്നത്തെ നമ്മളെ യാത്ര മലയാള സിനിമയുടെ തറവാട് മുറ്റം എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ്. സാഹസികതയും അതുപോലെ തന്നെ നിഗൂഢതകളും നിറഞ്ഞ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. 115 വർഷമാണ് ഈ മനയുടെ പഴക്കം. മലയാള സിനിമയുടെ തറവാട് ഉണ്ടെങ്കിൽ അത് ഈ മന ആ സിനിമയിലുണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. ദിവസം തോറും നല്ല ആൾക്കാരാണ് ഇവിടെ കാണാൻ വരുന്നത്. 30 രൂപയാണ് ഇവിടെ മനൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ റേറ്റ്. അവർ ചില അറകളൊക്കെ എന്ത് ചെയ്തിരിക്കുക, പ്രവേശനമില്ലാണ്ട് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ സിനിമകളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല. അവരവിടെ അന്വേഷിച്ചപ്പോൾ അത് പറഞ്ഞു, അവർക്ക് ചെറിയത് ആവശ്യമുള്ള റൂമുകളെന്നൊക്കെ പറഞ്ഞത്. അത് സിനിമാ ചിത്രീകരണത്തിനായിട്ടായിരിക്കാം അവർ അങ്ങനെ പൂട്ടി വെച്ചതെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പഴയ കാലത്തെ ഇവിടെ താമസിച്ചിരുന്ന ഒരുപാട് പഴയ ഈ നമ്മളെ എന്താ പറയുക, ഇപ്പോൾ ജന്മികളൊക്കെ താമസിച്ചിരുന്ന പഴയ കാലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചില റൂമുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ ടൈമിൽ അറിയാൻ ആളുണ്ടായതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ലാതെ നമ്മൾ തിരിച്ചു പോന്നു. ഒറ്റക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭീതിയാണ് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ. ചില അറകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. ഡോറൊക്കെ ലോക്കാണല്ലോ. ഉള്ളിൽ പ്രേതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നോക്കാൻ പറ്റുമോ? നമ്മളൊരുപാട് സിനിമകളെ കണ്ടിട്ടില്ലേ, ഈ മാടമ്പി, അതുപോലെ തന്നെ ആറാം തമ്പുരാന്, രാപ്പകൽ, അങ്ങനത്തെ ഒരുപാട് പടങ്ങളൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒറ്റക്കൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ രണ്ടാമതൊരാൾ കയറി നോക്കേണ്ടി വരും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ചില അറകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ പേടിച്ച് ഉറക്കുന്നു. ആളുണ്ടോ? നമ്മുടെ സുഹൃത്തിൻ്റെ ഓരോരോ വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്താണ് അവർക്ക്. അവർ എന്തെങ്കിലുമൊക്കെ മനൻ്റെ ഉള്ളിൽ കയറിയിട്ട് നീ കുറേ അറകളുണ്ട് ഇങ്ങനെ പൂട്ടിക്കിടക്കും, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം നമ്മളത് തുറക്കുന്നു. തുറന്നു നോക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, അവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പഴയ വീട് തന്നെ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോഴത്തെ വീടുകൾക്കൊന്നും കാണാൻ കഴിയും. ഇതൊക്കെ കണ്ടത് ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി ഇരിക്കുന്ന സീനുണ്ടല്ലോ, അശോകനും നമ്മുടെ മറ്റേ സിദ്ധാർത്ഥനൊക്കെ പോണ ആ സീൻ അവർ കാണിക്കുകയാണ്. വാ 115 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു ഇത്രേ ഇതിൽ താമസിച്ചിരുന്നത്. അവരെയൊക്കെ സമ്മതിക്കണം. ഈ ഒറ്റക്കൊക്കെ ഈ വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ടല്ലോ, എന്തായിരിക്കും അവസ്ഥ. ആള് രാവിലേക്ക് പോസ്റ്റർ ഒട്ടി മാറിയിട്ടുണ്ടോ. പിന്നെ മനയുടെ നിർമ്മാണത്തിനാവശ്യമായ കല്ലുകളൊക്കെ ചെങ്കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്
നമ്മളിവിടുന്ന് പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയത്. അതും ഇതിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നാണ് ഇത്ര ഈ കല്ല് കൊണ്ട് നിർമ്മിച്ചത്. ഈ മനൻ്റെ ഈ പ്രദേശം മുഴുവൻ മൊത്തം ഒരു പ്രേതത്തിൻ്റെ ഒരു സാദൃശ്യമുണ്ട്. എല്ലാതും എവിടെ നോക്കിയാലും ഒരു പ്രേതത്തിൻ്റെ സാദൃശ്യമുണ്ട്. ഇവിടെ വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കുളത്തിലേക്ക് നോക്കിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അതായത് പ്രേതബാധയൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കട്ടോ ഇവിടെ. ഇതിൻ്റെ മുറ്റൊക്കെ ഫുള്ള് തറവാട് മുറ്റം മൊത്തം വണ്ടികളാണ്. ആളുകളെ നിറഞ്ഞുകൊണ്ട് എല്ലാവരും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തിട്ടൊക്കെ എല്ലാവരും അവിടെ അടിച്ച് പൊളിക്കണം. എന്തായാലും വരിക്കാശ്ശേരി മനൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.